എല്ലാം സോൾവ് ആയി വിചാരിക്കുമ്പോൾ കോളേജിന്റെ പുറത്തുള്ള ക്രിമിനൽസ് ആയിട്ട് ഇപ്പൊ കമ്പനി. നോട്ട്സ് അവിടെ ഇരിക്കുക. ഐ വോണ്ട് ടു ടോക്ക് ടു യു. ഇവന്മാരൊക്കെ ഏതൊക്കെ ടൈപ്പ് ആൾക്കാരാണെന്ന് നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഐഷ, ഇങ്ങനെയാണ് ഓരോരുത്തർ ഓരോന്നിൽ പോയി പെടുന്നത്. ഇവരാദ്യം നിന്നെ കമ്പനിയാക്കും, പിന്നെ നിനക്ക് എന്തെങ്കിലുമൊക്കെ ഓഫർ ചെയ്യാൻ തുടങ്ങും. ഒന്ന് ട്രൈ നോക്കെന്ന് പറഞ്ഞിട്ട്. നീ വിചാരിക്കും ഒരു പ്രാവശ്യമല്ലേ ട്രൈ നോക്കാന്ന്, പിന്നെ ആ ലൂപ്പിൽ നീയും പെട്ടുപോകും. ഇങ്ങനെയാണ് ഓരോരുത്തരുടെ ലൈഫ് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അമ്മയുടെ ഒക്കെ കൂടെ നിന്നെ കാണുമ്പോൾ മനുഷ്യൻ ടെൻഷൻ ആവാണ്. സാർ എന്തിനാ എൻ്റെ കാര്യത്തിൽ ഇങ്ങനെ പേടിക്കുന്നത്? നിന്റെ കാര്യത്തിൽ മാത്രമല്ല, എനിക്ക് എൻ്റെ എല്ലാ സ്റ്റുഡൻസിന്റെ കാര്യത്തിലും പേടിയുണ്ട്. ബട്ട് നിന്നെ പോലെ ഇവിടെ വേറെ ഒരു സ്റ്റുഡൻറ്റിനെ ഞാൻ കണ്ടിട്ടില്ല. ഇൻഫാക്ട് നിന്നെ പോലെ ഒരു സ്റ്റുഡൻറ്റിനെ ഞാൻ എൻ്റെ ടീച്ചിങ് കരിയറിലേ കണ്ടിട്ടില്ല. നീ ചെന്ന് ചാടാത്ത പ്രോബ്ലംസ് ഉണ്ട് ഇവിടെ. എപ്പോഴും തല്ലും പിടിയും കംപ്ലൈൻസും. ലാസ്റ്റ് പോലീസ് കേസ് വരെ വന്നില്ലേ? ഒറ്റ ഒരു പെണ്ണിന്റെ പേരിൽ കേസാക്കണമെങ്കിൽ നിന്റെ ലെവൽ എവിടെ എത്തി? അന്ന് ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്തുകൊണ്ടാണ് സിറ്റുവേഷൻ വഷളാവാണ്ട് കിട്ടിയത്. ഈ 6 മാസത്തിന്റെ അടുക്ക് ഇവിടുത്തെ ആൺകുട്ടികൾ പോലും ഇത്രയും പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. എല്ലാം സോൾവ് ആയി വിചാരിക്കുമ്പോൾ കോളേജിന്റെ പുറത്തുള്ള ക്രിമിനൽസ് ആയിട്ട് ഇപ്പൊ കമ്പനി. ഞാൻ വെറുതെ പോയി തല്ലുംപടി ഉണ്ടാക്കിയതാണോ? സാർ എപ്പോഴും ഞാൻ റിയാക്ട് ചെയ്ത വേ ആണ് കുറ്റം പറയുന്നത്. അവിടെ എന്തിനും പ്രോബ്ലം ഉണ്ടായത് ഞാൻ എന്തിനാ റിയാക്ട് ചെയ്തത്? ഇതൊന്നും സാർ നോക്കുന്നില്ലല്ലോ. ഞാൻ പെണ്ണായതുകൊണ്ട് ഞാൻ മിണ്ടാണ്ട് റെസ്പോണ്ട് ചെയ്യാണ്ട് നിൽക്കണോ? അപ്പൊ അമ്മ എൻ്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചൊന്നും സീനില്ല. സീനില്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ പോയി അവനെ അടിച്ചത്. ഞാൻ ഇവിടുത്തെ ഒരു പ്രൊഫസർ അല്ലേ? ഞാൻ പോയി ഒരു സ്റ്റുഡന്റിനെ അടിച്ചാൽ എനിക്ക് എത്രത്തോളം റിസ്ക് വരും? ആ റിസ്ക് ഞാൻ എടുത്ത ആർക്ക് വേണ്ടിയാ? നിനക്ക് വേണ്ടിയില്ലേ? നീ അടിക്കാൻ പോവുക ചെയ്യാ? നീ ഞങ്ങളടുത്ത് റിപ്പോർട്ട് ചെയ്യണം. അവർക്ക് നിന്നെ കോളേജിന്റെ പുറത്ത് വെച്ച് എന്തെങ്കിലും ചെയ്യാനേ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇങ്ങനെ വിചാരിച്ച് ഞാൻ മിണ്ടാണ്ട് പേടിച്ച് നിൽക്കണം. അപ്പോ നീ റിപ്പോർട്ട് ചെയ്യണം. ഐഷു, ഐഷ, സിറ്റുവേഷൻ നോക്കി ഹാൻഡിൽ ചെയ്യാൻ ട്രൈ ചെയ്യുന്നേ. നീ പല ന്യൂസും കാണുന്നതല്ലേ? നിന്റെ ഈ പോക്ക് അത് ഭയങ്കര ഡേഞ്ചറാണ്. നിനക്ക് ഇനി എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നീ എൻ്റെ അടുത്ത് പറഞ്ഞോ. ഞാൻ നിന്റെ സാറല്ലേ, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. പിന്നെ ആ ക്രിമിനൽസിന്റെ കൂടെ ഇനി നിന്നെ കണ്ട ഞാൻ നിന്റെ വീട്ടിൽ വിളിച്ചറിയിക്കും. എനിക്ക് ബൗണ്ടറി കീപ്പ് ചെയ്യാൻ അറിയാം. എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്നൊക്കെ എനിക്കറിയാം. ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല. പിന്നെ സാറി പറഞ്ഞ ക്രിമിനൽസ് അവരെൻ്റെ അടുത്ത് ഒന്നും ട്രൈ ചെയ്യാൻ പോകുന്നില്ല റൂബി ഉള്ളപ്പോൾ. അപ്പൊ റൂബി ഇല്ലാത്തപ്പോ നീ എന്ത് ചെയ്യും? സാറിന്റെ ചോദ്യം കേട്ടതൊന്നുമല്ല, ഞാൻ ഫുൾ ടൈം അവരുടെ കൂടെയാന്ന്. ഇന്നലെ അത്രയും ലേറ്റ് ആക്കേണ്ട ആവശ്യം എന്തായിരുന്നു നിനക്ക്? വീട്ടിൽ പോകേണ്ട അമ്മാരുടെ കൂടെ നിൽക്കുന്നതാണല്ലോ കണ്ടത്, അതും ഒറ്റയ്ക്ക്, റൂബി ഇല്ലാണ്ട്. ഇതാണോ നിന്റെ ബൗണ്ടറി? റൂബി നേരത്തെ പോയതുകൊണ്ട് ജയാന്റെ അടുത്ത് ഞാൻ അവളുടെ ഒരു സാധനം കൊടുക്കാൻ പോയതാ. പിന്നെ അവനോട് സംസാരിച്ച് അവിടെ നിന്നുപോയി. ഐ എം സീരിയസ് ഐഷ. ജയാൻ ഇവിടുത്തെ സ്റ്റുഡൻ്റ് ആണ്. ബട്ട് ഇന്നലെ നീ സംസാരിച്ചുകൊണ്ടിരുന്നത് പക്ക ക്രിമിനൽസ് ആണ് അവര്. അവരുടെ കൂടെ ഇനി നിന്നെ കണ്ട ഞാൻ നിന്റെ പേരൻസിനെ വിളിക്കും. അത് സാർ എന്തേലും ചെയ്യും. എവിടെ പോന്ന്? അവിടെ ഇരി, ഞാൻ ചെക്ക് ചെയ്യട്ടെ. എന്നോട് ദേഷ്യം നിനക്ക്? എനിക്കാരോടും ദേഷ്യമൊന്നുമില്ല. ഇതൊക്കെ സബ്മിറ്റ് ചെയ്യാൻ എന്താ ഇത്ര ലേറ്റ് ആവുന്നേ? ലേറ്റായി, നെക്സ്റ്റ് ടൈം നോക്കാം. എന്നോടുള്ള ഭാഷയ്ക്ക് കൂടുതൽ ഉഴപ്പാ? ഞാൻ കുഴപ്പമൊന്നുമില്ല. അജ്മൽ സാറിൻ്റെ ഗ്രൂപ്പിലുള്ളത് അൻഷിത മജീദ്, ഐഷ ഖാലിദ്, ആരതി കൃഷ്ണൻ, മുഹ്സിൻ അബ്ദുള്ള. നീ സാറിന്റെ ഗ്രൂപ്പിലാ? നിന്നെ സാർ മനഃപൂർവ്വം പിടിച്ചിട്ട് എൻ്റെ ഭാഗം ഞാൻ ചെയ്തതല്ലേ. ഈ കാണുന്ന ഈ 2 പണി അതാരുടെയാ? അത് മൊത്തം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ടത്? പിന്നെ ഞാൻ 2 ബംഗാളികളെ കൂട്ടിയിട്ടാണ് എൻ്റെ പണി ചെയ്തത്. നിനക്കൊരു പണി തന്നിട്ടുണ്ടെങ്കിൽ നീ ചെയ്യാ.
എല്ലാം കൂടി ഞാൻ ചെയ്യാണോ? ഒരു ഹെൽപ്പില്ലാണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അൻഷിത, മര്യാദക്കാണേ മര്യാദക്ക്, അല്ലെങ്കിൽ എൻ്റെ എന്താ അവിടെ? ഐഷ, കമ്മിയർ. ഇവിടുന്ന് തല്ലൂടാ? സാർ ഓരോരുത്തർക്കും ഓരോ പണി തന്ന്. എൻ്റെ പണി ഞാൻ ചെയ്തു, അവളുടെ പണി അവൾ ചെയ്തിട്ടില്ല. അതും എനിക്ക് ചോദിക്കാൻ പറ്റൂല. നീ എന്തിനാ എന്നെ ഇങ്ങനെ പേടിപ്പിക്കുന്നത്? ഞാൻ നിന്റെ സാറല്ലേ, ഒന്നുമില്ലേലും. ഞാൻ പേടിപ്പിച്ചോന്നല്ല, ഞാൻ പിന്നെ എങ്ങനെ ചോദിക്കണ്ടേ സാറിൻ്റെ അടുത്ത്? എന്നിട്ട് അവള് ചെയ്തില്ലേ? ഇല്ല. അതിപ്പോ ഞാൻ ചെയ്യേണ്ടി വരും. അവൾ ഇനി അതൊക്കെ കൂടി സെറ്റാക്കി വരുമ്പോഴത്തേക്കും ടൈം കഴിയും. നീ ചെയ്യണ്ട, അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കും. ഞാൻ 2 days കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് തരാം ടൈം. താങ്ക്സ്. Tarikade